ഈ സെഷനിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ അസസ്മെൻ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോ പ്രോബ്ലത്തിലേക്ക് പോകാം. സോ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് നോക്കാം. ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൻ ബിലോ, compute income from business of ABC Associates, a firm of A and B who share profit and losses in the ratio of 1:2. Net profit as per P&L account after debiting the following ₹20,000. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് നെറ്റ് പ്രോഫിറ്റിനകത്ത് ഈ താഴെ പറഞ്ഞ ഐറ്റംസ് ഡെബിറ്റ് ചെയ്തതിന് ശേഷം ഉള്ള നെറ്റ് പ്രോഫിറ്റാണ് 20,000. സോ എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്തേക്കുന്നത് നോക്കാം. സാലറി പാർട്ണർ എയ്ക്കും പാർട്ണർ ബിക്കും, then commission to partner A, interest on capital 15% partner A and partner B, then rent paid to partner B. So ഇത്രയും കാര്യങ്ങളാണ് അവിടെ നെറ്റ് പ്രോഫിറ്റ് ഡെബിറ്റ് ചെയ്തേക്കുന്നത്. The payments to partners A and B who are working partners have been made in accordance with the partnership deed. ഇവിടെ 3 പാർട്ണേഴ്സ് ഉണ്ട്. രണ്ട് പേരും വർക്കിംഗ് പാർട്ണേഴ്സാണ്. Then the firm satisfies the Section 184. Also compute the taxable income of partners A and B. A has income from other source of ₹40,000 while B has a short-term capital gain of ₹50,000 and long-term capital gain of ₹60,000. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. സോ ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓഫ് ABC അസോസിയേറ്റ്സ്. ABC അസോസിയേറ്റ്സിൻ്റെ ടാക്സിബിൾ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കണം. അതായത് ഫേമിൻ്റെ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിച്ചാൽ മതി, ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ABC അസോസിയേറ്റ് എന്ന് പറഞ്ഞ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സിബിൾ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഓൾസോ കമ്പ്യൂട്ട് ദി ടാക്സിബിൾ ഇൻകം ഓഫ് പാർട്ണേഴ്സ് A and B. അതിലെ പാർട്ണേഴ്സായ എയുടെയും ബിയുടെയും പേഴ്സണൽ ഇൻകത്തിൻ്റെ ടോട്ടലും കൂടെ കണ്ടുപിടിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫേമിൻ്റെ ടാക്സിബിൾ ബിസിനസ് ഇൻകം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. So the computation of taxable business income of AB associates for previous year 2018-19. So നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാം, ഓൾറെഡി പറഞ്ഞു, ആദ്യം ചെയ്യേണ്ടത് ടാക്സിബിൾ ബിസിനസ് ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സിബിൾ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡാണുള്ളത്, സെക്ഷൻ 184 ആൻഡ് സെക്ഷൻ 185. ഈ ക്വസ്റ്റിനകത്ത് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്, ദ ഫേം സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 184. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഫേം 184 സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു മെത്തേഡിൽ നമുക്ക് അവരുടെ ടാക്സിബിൾ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കാം. സോ നമുക്കത് കഴിഞ്ഞ തവണ അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ നോക്കിയതാണ്. അതായത് ഒരു ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ ടാക്സിബിൾ ഇൻകം കണ്ടുപിടിക്കുന്നത് 184 അനുസരിച്ചാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ഈ രണ്ട് കാര്യങ്ങൾ ലെസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കിട്ടും. ആ ബുക്ക് പ്രോഫിറ്റിനകത്തുനിന്ന് റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ടാക്സിബിൾ ഇൻകം ഫ്രം ബിസിനസ്. അപ്പോൾ നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാം, ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ടാക്സിബിൾ ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നെ ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് എഴുതുക. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L എത്ര നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ് 20,000. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഓരോ ഐറ്റംസ് എടുക്കാം. ആദ്യം പറഞ്ഞേക്കുന്നത് സാലറി, അതായത് പാർട്ണർഷിപ്പ് ഫേം പാർട്ണേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ. നമുക്കറിയാം പാർട്ണേഴ്സിന് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളിവിടെ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് റെമ്യൂണറേഷൻ ടു പാർട്ണേഴ്സ് ഈഫ് ഡെബിറ്റ് ടു P&L അക്കൗണ്ട്. സോ അതിന് പ്രകാരം ഈ സാലറി നമ്മൾ എയ്ക്കും ബിക്കും കൊടുത്തിരിക്കുന്ന സാലറി ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യണം.
നമുക്ക് രണ്ടുപേരുടെയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് നമുക്ക് എഴുതാം. എയുടെയും ബിയുടെയും കൂടെ സാലറി വരുന്നത് മൊത്തം 60,000 പ്ലസ് 40,000, ദാറ്റ് ഈസ് 1 lakh rupees. അടുത്ത ആഡ് ചെയ്യേണ്ട ഐറ്റം വന്നിരിക്കുന്നത് കമ്മീഷനാണ്. കമ്മീഷനും പാർട്ട്നേഴ്സിന് ലഭിക്കുന്ന റെമ്യൂണറേഷനാണ്. സോ കമ്മീഷൻ നമ്മൾ ആഡ് ചെയ്യും. കമ്മീഷനാണ് ലഭിക്കുന്നത് എയ്ക്കാണ്. കമ്മീഷൻ ടു എ എമൗണ്ട് വരുന്നത് 20,000. അടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 15%. സോ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 184 അനുസരിച്ച് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓർ ക്യാപിറ്റൽ 184 അനുസരിച്ച് ചെയ്യുന്നവർക്ക് എക്സസ് ഓഫ് 12%, 12% കൂടുതൽ എത്രയാണ് വരുന്നത് അത്രയും എമൗണ്ട് വേണം നമ്മൾ അവിടെ ആഡ് ചെയ്യാൻ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നേക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 15% ആണ്, അതായത് 15%. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് 12% അലവുകളായിട്ടുള്ളൂ. സോ എക്സസ് 3% നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. സോ മൂന്നാമതായിട്ട് ആഡ് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് ഇൻ എക്സസ് ഓഫ് 12%. നമ്മളത് അവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് രണ്ടുപേരുടെ ഒരുമിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് മൊത്തം വരുന്നത് നമ്മളത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഇവിടെ എഴുതുന്നുണ്ട്. അതായത് എയ്ക്കും ബിക്കും കൂടെ കിട്ടുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9,000 പ്ലസ് 6,000 ഇൻറ്റു, അപ്പം മൊത്തവും ഇൻട്രസ്റ്റ് കിട്ടി. ആ ഇൻട്രസ്റ്റിനകത്ത് എക്സസ് വരുന്ന പോർഷനാണ് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്കറിയാം 12% വരെ അലവബിൾ ആണ്. സോ എക്സസ് വരുന്നിരിക്കുന്ന പോർഷൻ 3% ആണ്. 3 ഡിവൈഡ് ബൈ ടോട്ടൽ പോർഷൻ. ടോട്ടൽ ഈ 15,000 എന്ന് പറയുന്നത് എത്രയാണ് ടോട്ടൽ പോർഷൻ? 15% ആണ്. സോ ആ 15%-നകത്ത് എക്സസ് വന്നിരിക്കുന്നത് 3% എടുക്കാം. അതാണ് ഇവിടെ വരുന്ന എമൗണ്ട്. സോ ദാറ്റ്സ് എമൗണ്ട് കംസ് ₹3,000 വരും. അതാണ് മൂന്നാമത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റം. അടുത്ത ഐറ്റം നോക്കേണ്ടത് റെൻറ്റ് പേ ടു പാർട്ണർ ബി. അതായത് എ ബി അസോസിയേഷനിലെ ഒരു പാർട്ണറായ ബിക്ക് ആ പാർട്ണർഷിപ്പ് ഫെയിം റെൻ്റായിട്ട് 36,000 rupees കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് അതൊരു ബിസിനസ് എക്സ്പെൻസ് ആണോ വലിയ നോക്കണം. നമുക്കറിയാം ഒരു പാർട്ണർഷിപ്പ് ഫെയിം അതിലെ പാർട്ണറുടെ ബിസിനസ് പ്രോപ്പർട്ടി അവരുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാർട്ണർഷിപ്പ് ഫെയിം ആ പാർട്ണർക്ക് കൊടുക്കുന്ന റെൻറ്റ് ഒരു ബിസിനസ് എക്സ്പെൻസ് ആണ്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അലോ ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ്. അലോ ചെയ്യുന്ന എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ തിരിച്ച് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം അതൊരു ഡിസലൗഡ് എക്സ്പെൻസ് ആയിരുന്നെങ്കിൽ നമ്മളിവിടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട വന്നാൽ അതൊരു അലൗഡ് ബിസിനസ് എക്സ്പെൻസ് ആയതുകൊണ്ട് റെൻറ്റ് പേ ടു പാർട്ണർ ബി നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പേയ്മെൻറ്റ്സ് ടു എ ആൻഡ് ബി വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ് എല്ലാം നടന്നിരിക്കുന്ന പാർട്ണർഷിപ്പ് ഡീൽ അനുസരിച്ചുള്ള എമൗണ്ടാണ്. ഇത്തരം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മളിനി ഫോർമാറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ബിസിനസ് ഇൻകം അല്ലാത്ത എന്തെങ്കിലും ബിസിനസ്സിൻ്റെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടില്ല. അലോവബിൾ ആയിട്ടുള്ള ബിസിനസ് എക്സ്പെൻസ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാം. അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തിരിക്കുന്നു, ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ഈ എമൗണ്ടാണ്. ലെസ് ചെയ്യാൻ ഐറ്റംസ് ഒന്നുമില്ല, അപ്പോൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20,000 പ്ലസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 20,000 +
20,000 plus 1 lakh plus 20,000 plus 3,000. So it's coming to around 1,43,000. So നമുക്കിവിടെ ബുക്ക് പ്രോഫിറ്റ് 1,43,000 എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോർമാറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ബുക്ക് പ്രോഫിറ്റ് കണ്ടതിന് ശേഷം സെക്ഷൻ 184 അനുസരിച്ചാണെങ്കിൽ അവർക്ക് അടുത്തത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് അണ്ടർ സെക്ഷൻ 40B ആണ്. അപ്പം നമ്മൾ ആ റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്കൊരു സബ് കമ്പ്യൂട്ടേഷനായിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബുക്ക് പ്രോഫിറ്റ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബുക്ക് പ്രോഫിറ്റ് 1,43,000 ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം 90% ബുക്ക് പ്രോഫിറ്റിൻ്റെ ആദ്യത്തെ 3 lakhൻ്റെ 90% ഓർ ₹1,50,000 വിച്ച് എവർ ഈസ് മോർ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബുക്ക് പ്രോഫിറ്റ് ഉള്ളത് 1,43,000 ആണ്. സോ 90% ഓഫ് 1,43,000 ഓർ ₹1,50,000 whichever is more. സോ നമുക്കിവിടെ കിട്ടുന്നത് വലിയ എമൗണ്ട് ആയിട്ട് കിട്ടുന്നത് അത് 1,50,000 ആണ്. ദെൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് ബാലൻസ് ഓഫ് ബുക്ക് പ്രോഫിറ്റ് അറ്റ് 60%. ഇവിടെ 3 ലക്ഷം കഴിഞ്ഞ് ഉള്ള ബുക്ക് പ്രോഫിറ്റിൻ്റെ 60%. ഈ കേസിൽ ബുക്ക് പ്രോഫിറ്റ് 3 ലക്ഷത്തിൽ താഴെയാണ്. അതുകൊണ്ട് അവിടെ ആ ബാലൻസ് ഓഫ് ബുക്ക് പ്രോഫിറ്റ് 60% കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ആ എമൗണ്ട് വരില്ല. ദെൻ അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 1,50,000 തന്നെയാണ്. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ എമൗണ്ടിനെ compare the ₹1,50,000 with remuneration as per deed. Compare the ₹1,50,000 with the remuneration as per deed. അത് നമുക്കറിയാം എത്രയാണെന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പാർട്ട്നേഴ്സിന് പാർട്ണർഷിപ്പിന് കൊടുത്തിരിക്കുന്ന റെമ്യൂണറേഷൻ, സാലറി, കമ്മീഷൻ, ഇതെല്ലാം അതിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദ പേയ്മെൻറ്റ്സ് ടു പാർട്ട്നേഴ്സ് എ ആൻഡ് ബി ഹു ആർ വർക്കിംഗ് പാർട്ട്നേഴ്സ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പാർട്ണർഷിപ്പ് ഡീൽ. അപ്പം അവർക്ക് കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ്സുകളെല്ലാം റെമ്യൂണറേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ടോട്ടലാണ്. അതായത് സാലറി ടു എ ആൻഡ് ബി അതായത് 1 lakh പ്ലസ് കമ്മീഷൻ ടു എ 20,000 പ്ലസ് സാലറിയും കമ്മീഷനും മാത്രമേ 2 ഐറ്റംസേ ഉള്ളൂ. സോ ഈ 2 എണ്ണത്തിൻ്റെ ടോട്ടൽ എടുക്കുക. സോ നമുക്കിവിടെ കിട്ടുന്നത് 1,20,000 ആണ്. സോ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പയർ ദി ₹1,50,000 വിത്ത് റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ്. എന്നിട്ട് ആൻഡ് ടേക്ക് ലോവർ എമൗണ്ട്. സോ നമ്മൾ എടുക്കേണ്ടത് റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് 1,20,000 ആണ്. നമുക്കിതനുസരിച്ച് കിട്ടിയ എമൗണ്ട് 1,50,000 ആണ്. സോ ഈ 1,50,000 ഓർ 1,20,000 വിച്ച് എവർ ഈസ് ലെസ്. സോ remuneration under section 40 subsection B എന്ന് പറയുന്നത് ഈ 1,50,000 അല്ലെങ്കിൽ 1,20,000 whichever is less. So 1,20,000 ആണ് ഇവിടെ വരുന്ന remuneration under section 40B. So
നമുക്ക് റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടത് ആ എമൗണ്ട് ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാം. ബുക്ക് പ്രോഫിറ്റിനകത്ത് നമ്മൾ കുറയ്ക്കേണ്ടത് ലെസ് റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40 subsection B, that's amount rupees 1,20,000. സോ ബാലൻസ് വരുന്ന എമൗണ്ട് ആണ് നമുക്കറിയാം. ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് അണ്ടർ സെക്ഷൻ 40B കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ്. സോ ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് 1,43,000 minus 1,20,000. That's around 23,000 ആണ് ആ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ്. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ പാർട്ട്. സോ ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവാണ്. അടുത്ത പാർട്ട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിൽ പാർട്ണേഴ്സിൻ്റെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാനാണ്. അതായത് എയുടെയും ബിയുടെയും ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മളത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റിനകത്ത് ഈ പാർട്ണേഴ്സിന് എന്തൊക്കെ ഇൻകംസ് ഉണ്ടാവുന്നുണ്ട്, അതായത് പാർട്ണേഴ്സിന് കിട്ടുന്ന പേഴ്സണൽ ഇൻകംസ് ഏതൊക്കെയുണ്ട് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഏരിയയിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. പോയിന്റ് നമ്പർ 4 നോക്കുമ്പോൾ അറിയാം റെൻറ്റ് പേ ടു പാർട്ണർ ബി. പാർട്ണർ ബിക്ക് റെൻ്റായിട്ട് പാർട്ണർഷിപ്പ് ഫെയിം ഒരു 36,000 കൊടുക്കുന്നുണ്ട്. അതായത് ബിക്ക് കിട്ടുന്ന റെൻ്റാണ്. അപ്പോൾ ബിയുടെ പേഴ്സണൽ ഇൻകത്തിനകത്ത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ആ റെൻ്റ് എന്നുള്ളത് നമുക്കറിയാം അതെവിടെ വരുന്നതാണ്, അത് ആ ബിയുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന എമൗണ്ടാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ അപ്പം കമ്പ്യൂട്ടേഷൻ ഉണ്ട്, അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. ദെൻ വരുന്നത് പാർട്ണേഴ്സിന് കിട്ടുന്ന സാലറി, കമ്മീഷൻ, അതെല്ലാം പാർട്ണേഴ്സിൻ്റെ ഇൻകം ഫ്രം ബിസിനസ്സിനകത്ത് വരുന്ന ഐറ്റംസ് ആണ്. സോ രണ്ടാമത്തെ ഹെഡ് ഓഫ് ഇൻകം ഫ്രം ബിസിനസ് കണ്ടുപിടിക്കണം. മൂന്നാമത് വരുന്നത് എക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമ്മളപ്പം ഇൻകം ഫ്രം അതർ സോഴ്സും കണ്ടുപിടിക്കണം. ദെൻ ബിക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. സോ ക്യാപിറ്റൽ ഗെയിനിൽ നിന്നുമുള്ള കമ്പ്യൂട്ടേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഓർഡറിൽ തന്നെ ചെയ്യാം. എയുടെയും ബിയുടെയും ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഇൻകം തന്നെ എഴുതുക. ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ബിക്ക് കിട്ടുന്ന റെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിലെ കമ്പ്യൂട്ടേഷനകത്ത് നമ്മൾ നേരെയല്ല എടുക്കുന്നത്, പകരം ആ കിട്ടുന്ന റെൻ്റ് എന്ന് പറയുന്നത് ബിക്ക് കിട്ടുന്ന റെൻ്റ് റിസീവ്ഡാണ്. സോ ആ റെൻ്റ് റിസീവ്ഡാണ് എയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ് എമൗണ്ട് വരുന്നത്? 36,000 ആണ് അവിടെ വരുന്നത്. സോ ഈ 36,000-നകത്ത് ഗ്രോസ് ആനുവൽ വാല്യൂനകത്ത് നിന്ന് ഇനി കുറയ്ക്കേണ്ടത് മുനിസിപ്പൽ ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയ്ക്കാം. ലെസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ല. സോ നമുക്ക് നേരെ ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 36,000 ആണ്. ആനുവൽ വാല്യൂനകത്തു നിന്ന് നമ്മൾ ഇനി കുറയ്ക്കേണ്ട ഐറ്റംസ്, ഒന്നാമത് കുറയ്ക്കേണ്ട ഐറ്റംസ് വരുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതായത് 36,000-ൻ്റെ 30% ഓഫ് 36,000. $36,000 into 30 divided by 100. So 10,000. സോ അത് നമ്മൾ കുറയ്ക്കണം. ദെൻ അടുത്ത ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ് ആണ്.
അതൊന്നും ക്വസ്റ്റിനകത്ത് തരാത്തതുകൊണ്ട് ആ ഐറ്റംസ് ഒന്നുമില്ല. അപ്പം നമ്മൾ നേരെ ഈ ഉള്ള കാര്യം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. $36,000 10,800 കുറയ്ക്കാപ്പോൾ കിട്ടുന്നതാണ് 25,200. ഓക്കെ, നമുക്ക് അത് കിട്ടുന്നത് പാർട്ണർ ബിക്കാണ്. സോ പാർട്ണർ ബിയുടെ കോളത്തിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് 25,200 എഴുതും. അടുത്ത ഇനി കണ്ടുപിടിക്കേണ്ടത് അടുത്ത ഹെഡ് ഓഫ് ഇൻകം ഉള്ളത് ഇൻകം ഫ്രം ബിസിനസ്സാണ്. സോ അതായത് എയ്ക്കും ബിക്കും ഈ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഇൻകം ഫ്രം ബിസിനസ്സിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എയ്ക്കും ബിക്കും പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ്. ആദ്യത്തെ അവർക്ക് കിട്ടുന്ന ഐറ്റം റെമ്യൂണറേഷനാണ്. റെമ്യൂണറേഷനായിട്ട് കിട്ടുന്നത് 2 ഐറ്റംസാണ്, സാലറിയും കമ്മീഷനുമാണ്. സോ ഫസ്റ്റ് ഐറ്റം സാലറി. നമ്മളിവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആക്ച്വൽ ഇവർക്ക് എത്ര കൊടുക്കുന്നതിനുള്ള അല്ല കാര്യം, ഈ റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40B അനുസരിച്ച് എത്രയാണോ ഇവിടെ കുറയ്ക്കുന്നത് ആ എമൗണ്ട് വേണം നമ്മളിവിടെ എയ്ക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഈ എമൗണ്ട് തന്നെയാണ് ഈ 1,20,000 ഇവിടെ നമ്മൾ സെക്ഷൻ 40Bയിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകം അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്തത്. അതേസമയം ഇവിടെ റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40Bയിലും കുറയ്ക്കുന്ന എമൗണ്ട് വ്യത്യാസമുണ്ടായിരുന്നെങ്കിൽ ഈ റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബിയിലെ എമൗണ്ട് വേണം എയ്ക്കും ബിക്കും അവരുടെ ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. ഈ ക്വസ്റ്റ്യനിൽ പാർട്ണർഷിപ്പ് ഫെയിം കൊടുക്കുന്ന സാലറിയും കമ്മീഷനും ആ സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ റെമ്യൂണറേഷൻ അണ്ടർ സെക്ഷൻ 40Bയിൽ കുറച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. സോ എയ്ക്കും ബിക്കും കൊടുക്കുന്ന എമൗണ്ട്, എയ്ക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 60,000, ബിക്ക് കിട്ടുന്നത് 40,000. ദെൻ അടുത്ത സാലറി ആയിട്ട് അടുത്ത റെമ്യൂണറേഷൻ ആയിട്ട് കിട്ടുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ കിട്ടുന്നത് എയ്ക്കാണ്. എയ്ക്ക് കിട്ടുന്നത് 20,000. ഇതാണ് റെമ്യൂണറേഷൻ്റെ കേസിൽ സാലറിയും കമ്മീഷനുമാണ് കിട്ടുന്നത്. അടുത്ത കാറ്റഗറി വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് വരുന്നത്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പ്രോബ്ലം വരുന്നത് നമ്മൾ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സിബിൾ ഇൻകം ഫ്രം ബിസിനസ്സിനകത്ത് നമ്മൾ എത്രയാണോ ആഡ് ചെയ്തിരിക്കുന്നത് ആഡ് ചെയ്യാത്ത പോർഷൻ വേണം നമ്മൾ പാർട്ണേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. അതായത് ഇവിടെ നമ്മൾ മൊത്തവും പാർട്ണേഴ്സിന് കിട്ടുന്നത് 15% ആണ്. ആ 15%-നകത്ത് 3%, അതായത് എക്സസ് വന്ന 3% നമ്മൾ ഫെയിമിൻ്റെ ഇൻകത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ 3%-ന് ഫെയിം ടാക്സ് കൊടുക്കുന്നുണ്ട്. സോ ടാക്സ് കൊടുക്കാത്ത ബാക്കി പോർഷൻ, ബാക്കി 12% എയുടെയും ബിയുടെയും ഇൻകത്തിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ എയ്ക്ക് കിട്ടുന്ന 9,000 ആണ്. ആ 9,000-നകത്തെ 3%-ന് ഫെയിം ടാക്സ് കൊടുത്തിട്ടുണ്ട്. സോ ബാക്കിയുള്ള 12%, അതായത് 9,000-ൻ്റെ 12% എ ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. അതായത് 9,000 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 50, 7,200. അതുപോലെ തന്നെ ബിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് 6,000, അതെന്ന് പറയുന്നത് 15% ആണ്. അതിനകത്തെ 3%-ന് ഫെയിം ഓൾറെഡി ടാക്സ് കൊടുത്തിട്ടുണ്ട്. സോ ബാക്കിയുള്ള 12%, അതായത് 6,000-നകത്തെ 12% അതിന് പാർട്ണർ ബി ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. സോ അത് അവരുടെ ഇൻകത്തിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. സോ അപ്പോൾ നമ്മൾ പാർട്ണേഴ്സിലെ രണ്ടാമത്തെ ഹെഡ് ഓഫ് ഇൻകം നമ്മൾ ചെയ്തു. അടുത്ത ഹെഡ് ഓഫ് ഇൻകം വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്.
ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് നേരെ കമ്പ്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഉണ്ടാകുന്നത് ബിക്കാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ടാകുന്നത്. സോ ആദ്യം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നത് ബിക്കാണ് ₹50,000. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ടാകുന്നത് ബിക്ക് തന്നെയാണ്. ബിക്ക് വരുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് 60,000. ഉണ്ടാകുന്ന ഈ ക്യാപിറ്റൽ ഗെയിനിൻ്റെ ഉണ്ടാകുന്ന ഇൻകം എല്ലാം ഉണ്ടാകുന്നത് ബിക്ക് തന്നെയാണ്. എക്ക് ക്യാപിറ്റൽ ഗെയിൻ ഒന്നുമില്ല. സോ അടുത്ത ഹെഡ് ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ടാകുന്നത് എക്കാണ്. എക്ക് ഉണ്ടാകുന്നത് ₹40,000. സോ നമ്മൾ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന പാർട്ട്നേഴ്സിനുണ്ടാവുന്ന പേഴ്സണൽ ഇൻകത്തിൻ്റെ എല്ലാ ഹെഡ് ഓഫ് ഇൻകം നമ്മൾ കണ്ടുപിടിച്ചു. സോ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകമാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത് അവർക്കുണ്ടാവുന്ന ഇൻകത്തിൻ്റെ എല്ലാം എക്കുണ്ടാവുന്ന ഇൻകത്തിൻ്റെ എല്ലാം ടോട്ടൽ എടുക്കുക. സോ എക്ക് കിട്ടുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം 1,27,200 ആണ്. അതുപോലെ തന്നെ ബിക്ക് ഉണ്ടാകുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക. ബിക്ക് ഉണ്ടാകുന്നത് 1,80,000. സോ ഇത്രയുമാണ് നമ്മുടെ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബിസിനസ്സിൻ്റെ എ ബി അസോസിയേറ്റ് ടാക്സിബിൾ ബിസിനസ് ഇൻകമായിട്ട് 23,000. അതിൽ പാർട്ട്നേഴ്സിന് കിട്ടിയിരിക്കുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം എക്ക് 1,27,200 ബിക്ക് 1,80,000 കിട്ടിയിരിക്കുന്നത്. അതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. താങ്ക് യു.